നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ആർക്കെ, അങ്ങനെ കോൺഗ്രസിന്റെ നോട്ടീസ് ഇപ്പോൾ നേതാക്കളിലേക്ക് കൂടി നോട്ടീസ് എത്തുന്നു. എന്തൊക്കെയാണ് ആർക്കെ വിവരങ്ങൾ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ചുമതല DK ശിവകുമാറിന് ഉണ്ട്. ഇൻകം ടാക്സ് നോട്ടീസ് DK ശിവകുമാറിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യപ്പെട്ട ഒരു ഘടകമാണ്. കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണമുള്ള സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സാധ്യമായ തുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കണം എന്നുള്ള നിർദ്ദേശമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് DK ശിവകുമാർ നടത്തുന്ന ഇടപാടുകൾ മായി ബന്ധപ്പെട്ട് ഒന്നിലധികം തവണ ഈ വിഷയത്തിൽ EDയുടെ ഭാഗത്ത് നിന്ന് നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് തുടർച്ച എന്ന രീതിയിലാണ് DK ശിവകുമാറിന് ഇൻകം ടാക്സിന്റെ നോട്ടീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ചില വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിഷയത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇൻകം ടാക്സ് എന്നാണ് ലഭിക്കുന്ന സൂചന. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നികുതി വെട്ടിപ്പ് എന്ന ആക്ഷേപം അഥവാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നൽകുന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന ആരോപണം അതിന്റെ നേതാക്കളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ, കോൺഗ്രസിന്റെ നേതാക്കളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇൻകം ടാക്സ്. കേരളത്തിലെ ഒരു ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങൾ DK ശിവകുമാറിന് മേൽ കഴിഞ്ഞ നാളുകളിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ വിഷയവും EDയുടെ അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.